ശരി, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗെയിം കളിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളുടെ. രണ്ടുപേരും ഗെയിം കളിക്കണം. ഒരാള് തോൽക്കും, ഒരാൾ ജയിക്കും, സമ്മാനം, പണിഷ്മെന്റ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു വാശിയോടുകൂടി ഈ മത്സരത്തെ കാണണം. ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. നമുക്ക് അതിനെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മത്സരം. റെഡി? സോ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ ഗെയിം കളിക്കാം. ഓക്കെ, റെഡി? അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ പണിപാളി എന്നുള്ള ഗെയിമിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഇത് ശരിക്കും പണി പാളും അങ്ങനത്തെ ഒരു ഗെയിമാണ്. അതായത് ഈ വെള്ളത്തിൽ കിടക്കുന്ന കത്രിക്ക അത് നിങ്ങൾ ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കൈകൊണ്ട് ഇങ്ങനെ കുത്തുക, എന്നിട്ട് അവിടെ വെക്കുക. എന്നിട്ട് ഈ സ്ട്രോ നിങ്ങൾ കൈ ഉപയോഗിക്കാതെ നിങ്ങളുടെ ഇങ്ങനെ വായിൽ ഹോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്യണം. അതായത് നമ്മുടെ ടൂത്ത് പിക്കിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. മനസ്സിലായോ? പക്ഷെ ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് അത് പണി പാളാനാണ് ചാൻസ്. പക്ഷെ പാളരുത്, ജയിക്കണം. ഒരെണ്ണെങ്കിലും നിങ്ങൾ ചെയ്ത് ജയിക്കണം. ഈ 2 മിനിറ്റ് സമയത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ വഴുതനങ്ങയിൽ ഇങ്ങനെ സ്ട്രോ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ. പിടിച്ചു കുത്താൻ പറ്റില്ല. ഇങ്ങനെ കൈകൊണ്ട് വെച്ചിട്ട് ടിക്ക് കുത്താം. ഓക്കെ, റെഡി? അപ്പൊ റെഡി, 1 2 3 മ്യൂസിക്. അതന്നെ, വെരി ഗുഡ്. ആഹാ, പൊളിച്ചു. പൊളിച്ചു. കളി എങ്ങനെ വേണം നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. അത് നമുക്ക് ഇങ്ങനെ ആക്കാം, അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എല്ലാം ടൂത്ത് പിക്കും ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ലോ. വെരി ഗുഡ്. ആ, ഇട്ടോളൂ. യെസ്. കോൺസെൻട്രേറ്റ് അളിയ. അത് പോട്ടെ, അത് കുഴപ്പമില്ല, അത് സ്വാഭാവികം. ഇനി അത് തന്നെ, അതില് മണിപാളി എന്നുള്ള ഗെയിമിന്റെ പേര് പോലെ ആക്കരുത്. ആ, രണ്ട്. വെരി ഗുഡ്. മതി ചേട്ടാ, എന്തിനാ വെറുതെ. ഇനി അടുത്തത്. വെരി ഗുഡ്. യെസ്, നമ്മുടെ സമയം കഴിയാറായി. വേഗം. റെഡി. യെസ്. അത് അങ്ങനെ തന്നെ. 3 2 1. ടൈം ഔട്ട്. 3 എണ്ണമാണ്. നല്ല തക്കുടു ആയിട്ട് വഴുതനങ്ങളെ ഇങ്ങനെ തൊപ്പിയിൽ എന്താ ഇതിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് സമയത്തിൽ 3 എണ്ണം. വെരി ഗുഡ്. ഇനി ഹരിതയുടെ സമയമാണ്. ഹരിത റെഡിയാണ്. ഹരിത പറഞ്ഞ പോലെ ഫ്രഷ് വഴുതനങ്ങ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് ഫ്രഷ് വഴുതനങ്ങ ഇടണം എന്ന് പറഞ്ഞത്? എനിക്ക് ഡയലോഗ് പറയാൻ അവസരം തന്നതിന് നന്ദി. ഏത് ഡയലോഗ്? ഞാനൊരു ഡയലോഗ് കാത്തു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് നീ പറഞ്ഞിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഏത് ഡയലോഗ്? ഞാൻ തറവാട്ടി പറഞ്ഞോളാം. ഒരു തമാശക്കാരൻ. ആ പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാലെന്താ? ശരി, തറവാട്ടി പറഞ്ഞ കുട്ടി കളിക്കും. റെഡി, 1 2 3 മ്യൂസിക്. അഞ്ചാറ് പേരൊന്നും പറ്റില്ല, അതുകൊണ്ട് മാത്രം. അതുകൊണ്ട് കൈകൊണ്ട് പിടിക്കരുത്. വഴുതനങ്ങ പിടിക്കരുത്. വഴുതനങ്ങ പിടിക്കരുത്. യെസ്. ഇനി അടുത്തത്. അയ്യോ, ഇത് പേഷ്യന്റ് അല്ല. വയലന്റ്. നഴ്സിംഗ് മാത്രല്ല, മീൻ പിടിക്കാനും അറിയാം. ഇത് റേജൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് കുത്തുന്നത് അല്ലേ? റേജൻ ആണെന്ന് വിചാരിച്ചല്ലേ കുത്തുന്നത്? ആ, വെരി ഗുഡ്. വിറക്കല്ലേ? യെസ്. വെരി ഗുഡ്. ഇനി ഒരെണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മള് തുല്യമാകും. സമയം. റെഡി. സമയം ഇപ്പൊ കഴിയാറായി. സ്പീഡ്. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ് കൊണ്ട് ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മള് സേഫ് സൈഡായി. യെസ്. വെരി ഗുഡ്. 9 8 7 6 5 വേഗം അടുത്ത് വെക്ക്. 4 2 1. ടൈം ഔട്ട്. കൂടാൻ വേണ്ടിട്ട്. ഓക്കെ, പക്ഷേ നമ്മളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് പണി പാളി എന്നുള്ള ഗെയിമിൽ പണി പാളാതെ മുന്നേറിയത്
ഹരിതക്കുട്ടിയാണ്. വെരി ഗുഡ്. നേഴ്സിംഗിൽ കുത്തിവെച്ച നല്ല പരിചയമുണ്ട്. ആ കുത്തലാണ് അപാരായിരുന്നത്. അത് കറക്റ്റ് കുത്തിയോണ്ടാണ് താഴെ പോകേണ്ട, അതെല്ലാം ഇങ്ങനെ നിന്ന്. പക്ഷെ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് പിടിക്കൂ. ഹരിതയാണ്. 1 2 3 4. അപ്പോ വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ഹരിത ആൻഡ് തോറ്റിരിക്കുന്നത് റേജർ. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ജയിച്ച കുട്ടിക്കുള്ള സമ്മാനവും തോറ്റ ആൾക്കുള്ള പണിഷ്മെന്റും ഇവിടെ റെഡിയാണ്. സോ ഗെറ്റ് റെഡി. ഓക്കെ, യെസ്